മൃഗശല്യത്തിന് വേണ്ടിയിട്ട് വെച്ചതാണോ എന്ന് പരിശോധിക്കണം. ഇതൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സർക്കാർ ഇതിൽ ഇടപെടാത്തത് കൊണ്ടാണ്. നിരവധിയായ തവണ പറഞ്ഞ അടിക്കാടുകൾ എവിടെയും വെട്ടുന്നില്ല. ഈ പന്നി പെറ്റ് വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഫോറസ്റ്റിൽ അടിക്കാടുകൾ വെട്ടുന്നില്ല. കർഷകർക്ക് 10 സെൻറ്റ് ആണെങ്കിലും അരാക്കറാണെങ്കിലും അവർക്ക് കാട് വെട്ടാൻ കഴിയുന്നില്ല. കൃഷി ഉണ്ടാക്കുന്നില്ല. കൃഷി ഉണ്ടാകുമ്പോൾ തെളിഞ്ഞു നടക്കും. ഉണ്ടാക്കുന്ന കൃഷി മുഴുവൻ ഈ പന്നിയും ആനയും വന്ന് നശിപ്പിക്കുമ്പോൾ പിന്നെ കർഷകരെങ്ങനെ ജീവിക്കും? അപ്പോൾ മനുഷ്യർ ജീവിക്കുന്ന പ്രദേശം കൂടെ ഈ പറഞ്ഞതുപോലെ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായി മാറുകയാണ്. അദ്ദേഹം പറഞ്ഞത് കേരളം ഒരു തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു. അതിനാണ് നടപടി വേണ്ടത്. അതിന് ഈ ഗവൺമെൻറ്റിന് 5 പൈസ ചിലവാക്കാനല്ല. 3000 കോടി രൂപ ചിലവഴിച്ചാൽ കേരളത്തിലെ ഈ 1000-ഓളം കിലോമീറ്റർ വരുന്ന വനമേഖലയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഫെൻസിങ് സ്ഥാപിക്കാൻ സാധിക്കും. അതിന് 1 കിലോമീറ്ററിന് 2 ലക്ഷം 3 ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത്. എവിടെ എത്തില്ല? 1 കോടി രൂപ വേണം ഇൻ്റർനാഷണൽ ലെവലിൽ. ഒരു ആനയും വരില്ല, ഒരു കാട്ടിയും വരില്ല, ഒരു മൃഗത്തിനും ക്രോസ് ചെയ്യാൻ കഴിയില്ല. അതിൽ ഇലക്ട്രിക് ഷോക്കുണ്ട്, മാഗ്നറ്റിക് ഷോക്കുണ്ട്. ആനക്കൊന്നും അതിൻ്റെ പ്രദേശത്തേക്ക് അടുക്കാൻ കഴിയില്ല. കോടികൾ ചിലവഴിച്ച് തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ ഈ 489 പഞ്ചായത്തിലെ 1.5 കോടി ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഈ ഗവൺമെൻറ് നിറവേറ്റില്ല. ഇതാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം. അതാണ് നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഇത് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്, വന്യമൃഗ മനുഷ്യ സംഘർഷം എന്ന് പറയുന്ന സംഗതിയല്ല. മനുഷ്യരെ ഏകപക്ഷീയമായിട്ട് മൃഗങ്ങൾ ആക്രമിക്കുകയാണ്. അത് പറയുന്നവർ അത് തിരുത്തണം, അത് ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പറയുമ്പോഴും എന്തായാലും ഇത് ചർച്ച ചെയ്യപ്പെടുക തന്നെയല്ലേ? ഇങ്ങനെ വിഷയം വിവാദമാക്കരുതെന്ന് പറയുമ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടുക തന്നെയല്ലേ? അല്ല, വിവാദമാക്കരുത് എന്നല്ല പറയുന്നത്. വിവാദമാണല്ലോ ഇത് ആൾറെഡി. അതിനെ ഗവൺമെൻറ്റിന് സഹായകമായ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന വാക്ക് എന്താണ്? എന്ത് സംഘർഷം മനുഷ്യൻ നടത്തുന്നത്? ഒരു സംഘർഷം എന്ന് പറയുന്നത് 2 കൂട്ടർ തമ്മിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ ഫൈറ്റിങ്ങോ ആണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ലല്ലോ. ഇവിടെ ഏകപക്ഷീയമായിട്ട് മനുഷ്യനെ ആക്രമിക്കല്ലേ. ഇതാരുണ്ടാക്കിയതാണ്? കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ നരേഷാണ്. രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ എപ്പോഴും ഈ ബില്ല് ചർച്ച ചെയ്യുമ്പോഴും പറയാം മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്നാ. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. അത് ഇതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ നടത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്റ്റേറ്റ്മെൻറ്റിന് അനുകൂലമായി അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടോ? അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. PV അൻവറിന്റെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിലൊരു പ്രതിഷേധം ഉണ്ടാവുമോ? എന്ത് പ്രതിഷേധം? ഇനി എങ്ങനെ പ്രതിഷേധിക്കാനാണ്? 3-4 വർഷമായില്ലേ ഇത് നിത്യം പ്രതിഷേധിച്ച് ജയിലിൽ വരാൻ പോയി. ഇനി ഇങ്ങനെ പറയാം. ആരോട് പറയാൻ? ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങളാണിത്. അവർക്കതിലേക്ക് തിരിഞ്ഞു നോക്കാനില്ലെങ്കിൽ ഇപ്പം ഞാൻ പടച്ചവനോട് പറയുന്നുണ്ട്, ഈ മനുഷ്യരെ പടച്ചവനെ നീ കാത്തു രക്ഷിക്കണം. അല്ലാതെ ഈ ഗവൺമെൻറ് കാത്തിട്ട് ഈ മനുഷ്യരെ രക്ഷപ്പെടില്ല. ഇന്നലെ ഈ സംഭവത്തിന് മുന്നേ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നിലമ്പൂരിലുണ്ടായിരുന്നു. വലിയ പ്രകടനങ്ങളും പ്രതിഷേധ റോഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM ആരോപിക്കുന്നത് അത് രാഷ്ട്രീയമായി വിഷയത്തെ രാഷ്ട്രീയമാക്കാനുള്ള ശ്രമം ബോധപൂർവമായി നടത്തിയതിന് പിന്നെ ഗൂഢാലോചന ഉണ്ടെന്നുള്ള അത്രയും ഗുരുതരമായ ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. MP ഗോവിന്ദ മഷപ്പം ആദ്യമേ കാണുമ്പോൾ അതാണ് പറയുന്നത്. അല്ല, അതിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ എൻ്റെ പിന്നിൽ SDPIയും ഈ പറയുന്ന എന്താ പറയുക ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറഞ്ഞു. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്നിൽ SDPIയും ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞൊഴിയുന്നതിനപ്പുറം ഇവിടെ വിഷയത്തിൽ PV അൻവറിന്റെ നിലപാട്